ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്നാക്കിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾക്ക് എന്തായാലും ചിരി വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നമുക്ക് കുറ്റം പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് നമ്മൾ നുള്ളിയിട്ടേന്ന് വന്നിട്ട് ആ പറയൽ ഇതിന് കൈയോട് എടുത്തിട്ട് ഇടുന്നതുകൊണ്ടായിരിക്കും ഇതിന് നുള്ളിയിട്ടേന്ന് പറയുന്നത്. കറക്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമില്ല സ്നാക്ക് തന്നെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മൈദയും അതുപോലെ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഒന്ന് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഏകദേശം 1 കപ്പ് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് മെൽറ്റാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര അവിടെ മെൽറ്റാക്കിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3 കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ 250 ml കപ്പിന് 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച് നമ്മളെ ചൂടുള്ള ശർക്കര പാനില്ലേ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മിക്സ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടയൊന്നും ഉണ്ടാവാൻ പറ്റൂല കേട്ടോ. കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചൂടുണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് എന്തായാലും വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയും അതുപോലെ തന്നെ മൈദയും എല്ലാം നല്ലോണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. നമുക്ക് കൈയോടെ എടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് കഴിയുന്ന ആ ഒരു കൺസിസ്റ്റൻസി, കുറച്ച് കട്ടിയിലെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മളെ മാവ് ഈനാൻ കട്ടി നല്ലോണം കട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓയിൽ നല്ലോണം തിളച്ചതിലേക്ക് നമുക്ക് ഓരോന്നും നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിനനുസരിച്ച് നുള്ളിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നുള്ളിയിടുന്നത് പറഞ്ഞത് മനസ്സിലായിനോ നമുക്കറിയില്ല. കൈയോട് എടുത്തിടുന്നതിന് എന്നിട്ട് നമ്മൾ നുള്ളിയിടുന്ന നിങ്ങൾക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം വെച്ചിട്ടോ നമുക്ക് എടുത്തിട്ട് ഓയിലിടാം കേട്ടോ. ഈ ഒരു ഷേപ്പിൽ, അതായത് നമുക്ക് കൈയോട് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സംഭവം ഒരേ ഷേപ്പിലൊന്നും കിട്ടില്ല. നമ്മൾ എല്ലാ കടിയൊന്നും ഒരേ ഒരു ഷേപ്പിൽ കിട്ടില്ല കേട്ടോ. പല ഷേപ്പായിരിക്കും പക്ഷെ കാണാൻ, പക്ഷെ കഴിക്കാൻ എന്തെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ലോ ഫ്ലെയിമിൽ ആദ്യം ഇടുന്ന ടൈം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പുറം ഭാഗം പെട്ടെന്ന് കീറിഞ്ഞിട്ട് ഉള്ളിൽ വേവാത്ത പോലെയാകും. അതുകൊണ്ട് വന്നിട്ടാ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിലില്ലേ ചായപ്പൊടിയിൽ ഈ ഒരു ടൈപ്പ് സ്നാക്ക് പഞ്ചസാരയിൽ ചെയ്തിട്ട് കിട്ടലുണ്ട് കേട്ടോ. അതിനവർ സ്വദേശി വടാന്ന് കേട്ടോ പറയൽ. നമ്മളിതിന് നുള്ളിയിട്ടെന്നാണ് പറയൽ. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കാരണം മൈദ ആയാലും അതുപോലെ തന്നെ വെള്ളമായാലും എല്ലാവരും വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ചായക്കടി വേണമെന്ന് തോന്നിയാൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഗോതമ്പൊടിയും വേണമെങ്കിൽ യൂസ് ആക്കാം. പിന്നെ ചില ആൾ അമൃതപ്പൊടിയിലും വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം. അങ്ങനെയും ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റിൽ ഡിഫറെൻ്റ് ഉണ്ടെന്നേ ഉണ്ടാവും. മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പൊടി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് പോകുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് കാര്യപ്പലം കഴിക്കാൻ അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ഒരു ടേസ്റ്റ് അല്ല, എന്നാലും ഏകദേശം ചെറിയ എന്തോ ഒരു ടേസ്റ്റ് അവിടെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസോ റെസിപ്പീസോ അല്ലെങ്കിൽ വ്ളോഗ്സ് എല്ലാം ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.